നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തിരിച്ചടി. ആധാറും വോട്ടേഴ്സ് ഐഡിയും അടിസ്ഥാന രേഖയായി പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശമുണ്ട്. വിവരങ്ങളുമായി ശരത് ലാലാണ് ചേർന്നത്. ശരത്ത്, കൂടുതൽ വിശദാംശങ്ങൾ. സംഗീത, തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആശ്വാസവും അതേപോലെ തിരിച്ചടിയുമാണ് ഇന്നത്തെ സുപ്രീം കോടതിയുടെ നിലപാടുകൾ. കാരണം സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വ്യക്തമാക്കിയത് എന്താണ് ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്തുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം നടത്താനുള്ള കാരണം. രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പൗരത്വം നിങ്ങളുടെ പരിധിയല്ല, അത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പരിധിയാണ്, അതുകൊണ്ട് പൗരനാണോ എന്ന് നോക്കേണ്ട ചുമതല നിങ്ങൾക്കില്ല. അതേപോലെ മൂന്നാമത്, എന്തുകൊണ്ടാണ് മറ്റുള്ള രേഖകൾ പരിഗണിക്കാത്തത്? ഈ മൂന്നിനും വ്യക്തമായ മറുപടി നൽകുന്നതിൽ കമ്മീഷന്റെ അഭിഭാഷകന് പറ്റില്ല. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആശ്വസിക്കാനുള്ള വക എന്ന് പറഞ്ഞാൽ ഈ ഇത്തരം വോട്ടർ പട്ടിക അതിവേഗ പുനഃക്രമീകരണം പുനഃപരിശോധന അത് സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി തയ്യാറായില്ല. അതുമാത്രമല്ല, ഈ ചോദ്യങ്ങളിൽ ആധാറും അതേപോലെ തന്നെ ഇനിയുള്ള ആധാറും അതേപോലെ വോട്ടർ ഐഡന്റിറ്റി കാർഡും ആധികാരിക രേഖയായി പരിഗണിക്കണമെന്ന വാക്കാൽ നിർദ്ദേശവും കോടതി നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ആധാർ പരിഗണിക്കാമെന്ന ഉള്ള ഉറപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭിഭാഷകൻ കോടതി നൽകുകയും ചെയ്തു. 21 ഇത് സംബന്ധിച്ച കോടതി ഉന്നയിച്ച 3 ചോദ്യങ്ങൾ സംബന്ധിച്ച ഉത്തരം നൽകണമെന്നും രേഖാമൂലം സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 28-ന് കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കും. കൂടുതൽ വാദം കേൾക്കേണ്ട ആവശ്യമുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരം എന്താണ്, ഒരാൾ പൗരനാണോ അല്ലയോ എന്നത് സംബന്ധിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ, അത് ഭരണഘടനമായൊരു വാദമാണ് ഇവിടെ ഉയർന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ വാദം വേണം എന്നാണ് സംഗീത കോടതിയുടെ നിലപാട്. ജൂലൈ 22 ഇക്കാര്യത്തിൽ കോടതി വിശദമായ വാദം കേൾക്കും. സംഗീത. ശരി ശരത്.